ധന്യ, വംശനാശ ഭീഷണി നേരിടുന്ന ഒരുപാട് ജീവികൾ നമ്മുടെ ഈ ഒരു പ്രകൃതിയിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പേര് ക്വാളുകൾ എന്നാണ്. ക്വാളുകൾ ഓസ്ട്രേലിയൻ വൻകരകളിലാണ് ഇതിനെ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണം എന്താണ്? സെക്സ് വാർത്തകളില്ലേ എന്ന് ചോദിക്കുന്നവർക്കാണ് വേണ്ടിയിട്ടാണ്. ഉണ്ട്. അത് സെക്സ് എന്ന് പറയുന്ന ഒരു തെറ്റായ കാര്യമല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം ചെയ്യാൻ ഞങ്ങൾക്ക് മടിയുമില്ല എന്നുള്ളത് ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഈ സെക്സിന് വേണ്ടി ഉറക്കം കളയുന്ന ആളുകളുണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയില്ല അങ്ങനെ സെക്സിന് വേണ്ടിയൊക്കെ ഉറക്കം കളയുന്ന ആളുകളുണ്ട്. സെക്സ് ലഭിക്കാത്തവരായിരിക്കും. ഓ, നല്ല സെക്സിന് വേണ്ടിയിട്ട് ഉറക്കം കളയുന്ന ആളുകൾ ചിലപ്പോൾ. സെക്സിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ വിവരം ഇല്ല എന്നുള്ളതാണ്. അത് കുലസ്ത്രീ ആയതുകൊണ്ടല്ല, എനിക്കതിനെക്കുറിച്ച് വലിയ, ഞാൻ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇനി ഡെയിലി സെക്സ് വാർത്തകൾ ഉള്ളത് കൊണ്ട് നല്ല ഗുഡ് സെക്സ് എന്താണ്, ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഉള്ളതുപോലെ ഗുഡ് സെക്സ് എന്താണ്, ബാഡ് സെക്സ് എന്താണെന്നൊക്കെ ഉള്ളത് അതിപ്പോൾ ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കും ഗുഡും ബാഡിന്റെ ഒക്കെ നിർണ്ണയിക്കൽ എന്ന് പറയുന്നത്. ചിലവർക്ക് ചിലത് ഗുഡ് സെക്സ് ആയിരിക്കും, ചിലത് മോശം സെക്സ്. ഈ താല്പര്യമില്ലാത്തവരെ ഈ അമിതമായി ക്രൂരമായി പല അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്ന സെക്സുകൾ, അതായിരിക്കും ബാഡ് സെക്സ്. രണ്ടുപേരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാകുമ്പോഴാണ് അതൊരു നല്ല സെക്സ് ആയി തീരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഓരോരുത്തരെ അനുസരിച്ചിരിക്കും, എന്തും പറയാം. ഓരോരുത്തർ അതിനെ എന്താ പറയുക, എടുക്കുന്ന രീതി അനുസരിച്ചിരിക്കും. എന്നാൽ ഇവിടെ സെക്സിന് വേണ്ടി ഉറക്കം കളഞ്ഞ് മരിച്ചു പോകുന്ന ഒരു ജീവിയുണ്ട്. അപ്പൊ നേരത്തെ പിന്നെ ഗൗതം പറഞ്ഞതുപോലെ കോളുകൾ ഓസ്ട്രേലിയൻ വൻകരയിൽ കണ്ടുവരുന്ന പൂച്ചയുടെ വലിപ്പത്തിലുള്ളതാണ് ഈ ജീവികൾ എന്ന് പറയുന്നത്. ഈ ആൺകോളുകൾ ഈ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇണകളെ കിട്ടിയില്ല എങ്കിൽ ഇവർ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നുള്ളതാണ്. ഇണകളെ കിട്ടണം, സെക്സ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ജീവിച്ചിരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങളല്ലേ നമ്മൾ ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കുന്നു. സെക്സ് കിട്ടിയില്ലെങ്കിൽ പോലും മരിച്ചു പോകുന്ന ജീവികളുണ്ട് എന്നുള്ളതാണ്. അതായത് അതിനു വേണ്ടിയിട്ട് ഇവര് ഭയങ്കര അധികം പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ക്വാളുകൾ 30 കിലോമീറ്ററോളം ഒരു ദിവസം സഞ്ചരിക്കുന്നു ഇണയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അതിൽ പറയുന്നത്. അതെ, ഇതിൽ അവർ പറയുന്നത് ഒരു പഠനം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ആൺകോളുകൾ കൂടുതൽ ലൈംഗികത ലഭിക്കുന്നതിനായി ഉറക്കം ഉപേക്ഷിക്കുന്നവരാണ്. ഇങ്ങനെ ഉറക്കം ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഇവ പെട്ടെന്ന് മരിക്കാൻ കാരണമാകുന്നു എന്നാണ് പഠനം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇണചേരാൻ പങ്കാളികളെ തേടി ആൺകോളുകൾ ദിവസവും ദീർഘദൂരം സഞ്ചരിക്കുകയും പലപ്പോഴും ഉറക്കം ഉപേക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് പഠനം കണ്ടെത്തി. മാംസഭോജികളായ ആൺകോളുകൾ പ്രജനന കാലത്ത് നിരവധി പങ്കാളികളുമായി ഇണചേരുകയും 1 മാസം കൊണ്ട് മരിച്ചു പോകുകയും ചെയ്യുന്നതായാണ് വ്യക്തമാകുന്നത്. എന്നാൽ പെൺകോളുകൾ 4 വർഷം വരെ ജീവിക്കുവാനും പ്രത്യുൽപാദനം നടത്താനുമാകും. ആൺകോളുകൾ ഇണചേരാൻ ദിവസവും 30 കിലോമീറ്ററിലേറെ സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. പങ്കാളികളെ കണ്ടെത്താനായി അവർ ഉറക്കം പോലും ഉപേക്ഷിക്കുന്നു. ഇത് അവരുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. ഇത് മരണത്തിന് കാരണവുമാകുന്നു. സൺഷൈൻ കോസ്റ്റ് സർവകലാശാലയിലെ സീനിയർ ലെക്ചർ ക്രിസ്റ്റഫർ ക്ലെമന്റ് ആണ് ഇത് പറയുന്നത്. അപ്പോൾ ചില്ലറക്കാരൊന്നുമല്ല, അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ നടത്തുന്ന അതായത് ഇവിടെ ഇരുന്ന് താഴെ ഇരുന്ന് കമന്റ് എടുത്ത കമന്റോളികളെ പോലെ വിവരമില്ലാത്തവരല്ല, നല്ല വിവരമുള്ള അതിൽ ഗവേഷണം നടത്തുന്നവരാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് എന്നാണ് പറയുന്നത്. ഈ ഓസ്ട്രേലിയയിലെ വടക്കൻ തീരത്തുള്ള ഗ്രൂട്ട് എയ്ലാൻഡ് എന്ന ദ്വീപിലാണ് ഈ ജീവിയെ, ഈ ക്വാളുകൾ എന്ന് പറയുന്ന ഈ ജീവിയെ ധാരാളമായിട്ട് പൊതുവെ കണ്ടുവരുന്നത്. ഈ ദ്വീപില് ഈ പഠനം നടത്തിയ ഗവേഷകര് ഈ ദ്വീപില് നേരിട്ടെത്തി 42 ദിവസത്തോളം അവിടെ താമസിച്ചിട്ട് നടത്തിയിട്ടുള്ള ഒരു ഗവേഷണത്തിലാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചത്. അതായത് ഈ ക്വാളുകൾ എന്ന് പറയുന്ന ജീവിവർഗം വലിയ രീതിയിൽ വംശനാശം നേരിടുന്നുണ്ട്. അതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഇവർക്ക് രാത്രി ഉറക്കമില്ല. ഇവർ ഈ രാത്രി സമയങ്ങൾ അല്ലെങ്കിൽ ഇവർ കൂടുതലും പ്രയത്നിക്കുന്നത് ഇണയെ കണ്ടെത്താനും സെക്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ മരണപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്.
അല്ല, ഈ ഉറക്കം മാത്രമല്ല, ഇവർ ഒരു ദിവസം തന്നെ ഒരുപാട് പെൺകോളുകളുമായി ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നുണ്ട് എന്നും അതിലൂടെ ഇവർക്ക് മരണം സംഭവിക്കുന്നു എന്നുമാണ് പറയുന്നത്. ഈ വേട്ടമൃഗങ്ങളെ ഇരപിടിക്കാനും വേട്ടമൃഗങ്ങളെ ഒഴിവാക്കാനും പെൺകോളുകൾ കാണിക്കുന്ന ജാഗ്രത ആൺകോളുകൾ കാണിക്കുന്നില്ല എന്നും പിന്നെ ഇതുകൊണ്ടാണ് ഇവർ ഇണചേരാനായി താല്പര്യം കാണിക്കുന്നതെന്നുമാണ് ഗവേഷകർ കണ്ടെത്തുന്നത്. ഉറക്കമില്ലായ്മയും ദീർഘകാലത്തേക്കുള്ള അനുബന്ധ രോഗലക്ഷണങ്ങളും ആൺകോളുകളുടെ പെട്ടെന്നുള്ള മരണത്തിന് ഇടയാക്കുന്നു. പഠന സംഘത്തിലെ പ്രധാനിയായ ഒരു ഗവേഷകൻ പറഞ്ഞതാണ്. പ്രജനനകാലം തുടങ്ങിയാൽ 1 മാസത്തിനകം ആൺകോളുകൾ മരണപ്പെടുന്നു. മാത്രമല്ല, ഓസ്ട്രേലിയയിലും പാപ്പുവ ന്യൂ ഗിനിയിലും കാണപ്പെടുന്ന ആൺകോളുകളുടെ വംശനാശത്തിന് പ്രധാന കാരണം ഉറക്കക്കുറവാണെന്നും ഇതേക്കുറിച്ച് കൂടുതൽ വിശദമായ പഠനം ആവശ്യമാണെന്നും ഗവേഷകർ പറയുന്നു. ഓസ്ട്രേലിയൻ വൈൽഡ് ലൈഫ് കൺവെൻസിയുടെ കണക്കനുസരിച്ച് ഏകദേശം 100,000 കോളുകളാണ് ഇനി ഇവിടെ അവശേഷിക്കുന്നത്. എന്നാൽ അവയുടെ വംശനാശം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തുടർന്നാൽ ആൺകോളുകൾ വൈകാതെ പെൺകോളുകളും ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ചില നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത ജീവികളല്ലേ, ഇതൊക്കെ നമുക്കൊരു അത്ഭുതമാണ്. ഇങ്ങനെ ഉള്ള ജീവികളുണ്ട് എന്നുള്ളതും ഉറക്കമില്ലാതെ ഇവർ ഇണകളെ തേടി ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നു എന്നുള്ളതും ഒരു ദിവസം തന്നെ ഒരുപാട് ഇണകളുമായി ബന്ധപ്പെട്ട് അതിലൂടെ ആരോഗ്യം ക്ഷയിച്ച് മരണം സംഭവിക്കുന്നു എന്നുള്ളതും ഗവേഷകർ ഏതെല്ലാം രീതിയിലുള്ള പഠനങ്ങളാണ് എനിക്ക് തോന്നുന്നു പല ജീവികളും വംശനാശ ഭീഷണി നേരിടുന്നത് ഇത്തരത്തിലുള്ള കുറെ കാരണങ്ങൾ കൊണ്ടായിരിക്കും അല്ലേ. നമ്മളിപ്പോ നമ്മള് ചില ജീവികളെ ഒരിക്കൽ കണ്ട പിന്നെ നമ്മൾ കാണാറേ ഇല്ല. ഇപ്പം നമ്മൾ അത്തരത്തിൽ കണ്ട് മറന്ന പക്ഷികളെയൊക്കെ ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞ് പലരും വീട്ടിൽ വളർത്തുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പല കൂട്ടിലിട്ട് അടച്ചൊക്കെ വളർത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്ക് അറിയില്ല ഇത്തരം വംശനാശ ഭീഷണി നേരിടുന്ന ഇത്തരം നമ്മുടെ ഇന്ത്യയിലുമൊക്കെ ഇത്തരത്തിലുള്ള പക്ഷികൾ ഉണ്ടാകുമായിരിക്കും. പലതരത്തിലുള്ള പക്ഷികളും ജീവിവർഗങ്ങളും ഒക്കെ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. അതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. മനുഷ്യന്റെ തന്നെ പല പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ കാരണമുണ്ട്. പിന്നെ ഇതുപോലെ ഈ ക്വാളുകളെ പോലുള്ള പ്രത്യേക സ്വഭാവ രീതികളുള്ള ജീവിവർഗം അവർ തന്നെ സ്വയം വംശനാശ ഭീഷണി വരുത്തി വെക്കുന്നതുമായിട്ട് അങ്ങനെയും കാരണങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു പുതിയ അറിവുകളാണ് പകരുന്നത്. സെക്സി എന്നതിനപ്പുറം ഇങ്ങനൊരു കോളുകൾ ഉണ്ടായിരുന്നു. നമ്മളിതൊക്കെ അന്വേഷിച്ച് വാർത്തകൾ തേടി പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ജീവി നമ്മുടെ ഭൂമുഖത്തുണ്ട്, അതിങ്ങനെ വംശനാശ ഭീഷണി സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. 100,000-ഓളം കോളുകൾ നമ്മുടെ ലോകത്തുണ്ട്. ഇവർ ഈ ഇണയെ തേടാനായി ഇത്ര ദൂരം സഞ്ചരിക്കുന്നവരാണ്. അതൊക്കെ ഓരോ ഈ പുറം രാജ്യത്തുള്ള ഒരു വലിയ പ്രത്യേകത ഗൗതം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. അത് നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ സെക്സുമായി വന്നു ഇതായത് പുറം രാജ്യത്ത് ഇതൊന്നും വലിയ സംഭവമല്ലല്ലോ. അവർ ഇതൊക്കെ നോർമലായി കാണുന്നതുകൊണ്ട് അവർക്ക് ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല. പക്ഷേ ഈ പല സർവകലാശാലകളിൽ പുറരാജ്യങ്ങളിലെ പല സർവകലാശാലകളിലുള്ളവരൊക്കെ ഇത്തരത്തിൽ സാഹസികമായ പല കാര്യങ്ങളും നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത പല ജീവികൾ വംശനാശം സംഭവിക്കുന്നത് പരാഗണം നടക്കാത്തത് കൊണ്ടാണ്. പല ജീവികളല്ല പല സസ്യങ്ങളും വംശനാശം സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പല റിപ്പോർട്ടുകൾ നമ്മളൊന്നും ഇന്നുവരെ കാണാത്ത പുഷ്പങ്ങൾ നമുക്ക് തന്നെ ഇവിടെ നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്നു എന്ന് പറയുമ്പോൾ അത് കാണാൻ ഇപ്പോഴും ഒരിക്കൽ കാണുന്നവർക്ക് പലതവണ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അതുപോലെ തന്നെ 12 വർഷം വരെ കാത്തിരിക്കണം അടുത്ത വർഷം നമ്മൾ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയും നമുക്കുണ്ട്. അതുപോലെ ഈ വംശനാശ ഭീഷണി നേരിടുന്ന ഇത്തരം പക്ഷികളെക്കുറിച്ച് നമുക്ക് ഒരു ബോധം കിട്ടുന്നത് ഇത്തരം വാർത്തകൾ കണ്ടെത്തുന്നതിലൂടെ.